ഹായ്, എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോണുകൾ, ടാബ്ലറ്റുകൾ, സ്മാർട്ട് വാച്ചുകൾ ഇതിന്റെയൊക്കെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ആ കുഞ്ഞൻ പക്ഷേ ഭയങ്കര പവർഫുള്ളായ സ്റ്റോറേജ് ചിപ്പുകളില്ലേ, അതിന്റെ രഹസ്യങ്ങളിലേക്ക് നമുക്കൊന്ന് ഇറങ്ങിച്ചെന്നാലോ? ഈ കാണുന്ന വിവരങ്ങളെല്ലാം നമ്മൾ എടുത്തിരിക്കുന്നത് ഓഡോക്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജീസിന്റെ ഒരു പ്രസന്റേഷനിൽ നിന്നാണ്. അപ്പോൾ കാര്യങ്ങൾക്കെല്ലാം നല്ല ടെക്നിക്കൽ ബേസ് ഉണ്ട്, ഉറപ്പ്. നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ, നമ്മൾ എടുക്കുന്ന ഫോട്ടോസ്, ഡൗൺലോഡ് ചെയ്യുന്ന ആപ്പുകൾ, നമ്മുടെ ഓർമ്മകൾ ഇതൊക്കെ ശരിക്കും എവിടെയാണ് പോയി കിടക്കുന്നതെന്ന്? ഓക്കേ, അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, ആദ്യം നമ്മുടെ ഫോണിന്റെ ഒരു ഫയലിംഗ് ക്യാബിനറ്റ്, അതായത് മെമ്മറിയെപ്പറ്റി പറയും. പിന്നെ ആ മെമ്മറി ചിപ്പുകളെ ഒന്ന് പരിചയപ്പെടാം. അതിനുശേഷം ആ സ്റ്റോറേജ് വോൾട്ടിന്റെ ഉള്ളിലേക്ക് അങ്ങ് കയറും. അവിടെ ഒരു സീക്രട്ട് ഹാൻഡ്ഷേക്ക് ഉണ്ട്, അതെന്താണെന്ന് നോക്കും. അവസാനം ഇതൊക്കെ ഒരു ടെക്നീഷ്യനെ എങ്ങനെ ഒരു തലവേദനയാകുന്നു എന്നും കാണാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം അല്ലേ? ഈ ചിപ്പുകളെപ്പറ്റി അറിയുന്നതിന് മുൻപ് രണ്ട് തരം മെമ്മറിയെപ്പറ്റി നമ്മൾ ബേസിക്കായിട്ട് ഒന്ന് മനസ്സിലാക്കണം. സിമ്പിളായിട്ട് പറഞ്ഞാൽ റാം, അതായത് റാൻഡം ആക്സസ് മെമ്മറി. അത് നമ്മൾ ജോലി ചെയ്യുന്ന ഡെസ്ക് പോലെയാണ്, ആക്റ്റീവായിട്ട് പണിയെടുക്കാൻ, എല്ലാം താൽക്കാലികം. പക്ഷേ റോം അങ്ങനെയല്ല. അത് നമ്മുടെ ഫയലൊക്കെ വെക്കുന്ന ഒരു അലമാര പോലെയാണ്, അതായത് റീഡ് ഓൺലി മെമ്മറി. എല്ലാ സാധനങ്ങളും പെർമനന്റായിട്ട് ലോങ് ടേമിലേക്ക് സൂക്ഷിക്കുന്നത് അവിടെയാണ്. ഇനി നമുക്ക് ഈ കഥയിലെ മെയിൻ ക്യാരക്ടേഴ്സിനെ കാണാം, നമ്മുടെ സ്റ്റോറേജ് ചിപ്പുകൾ. ആദ്യത്തേത് EMMC, അതായത് എംബഡഡ് മൾട്ടിമീഡിയ കാർഡ്. ഒരുവിധം എല്ലാ മൊബൈൽ ഫോണുകളിലും കാണുന്ന ഒരു സ്റ്റാൻഡേർഡ്, വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വർക്ക് ഹോസാണിത്. അടുത്തത് UFS, അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഫ്ലാഷ് സ്റ്റോറേജ്. ഇതാണ് നെക്സ്റ്റ് ജനറേഷൻ സംഭവം. ഫോണിന് ഒരു ഒന്നൊന്നര സ്പീഡും സ്നാപ്പി എക്സ്പീരിയൻസും ഒക്കെ തരുന്നത് ഈ ചങ്ങാതിയാണ്. ചില ചിപ്പുകളിൽ റാം കൂടി ഒപ്പം തന്നെ വെച്ചിട്ടുണ്ടാകും. അങ്ങനെയുള്ളവയെ നമ്മൾ EMCP എന്നോ UMCP എന്നോ വിളിക്കും. ഇത് ഫോണിന്റെ ഡിസൈൻ കുറച്ചുകൂടി കോമ്പാക്റ്റ് ആക്കാൻ സഹായിക്കും, അത്രയുള്ളൂ. ഇതൊന്നും എവിടെയോ ഉണ്ടാക്കുന്ന എന്തോ സാധനങ്ങളല്ല കേട്ടോ. സാംസങ്, SK ഹൈനിക്സ്, ടുഷീബ, നമുക്കെല്ലാം അറിയാവുന്ന ഈ വലിയ കമ്പനികളൊക്കെയാണ് ഇതുണ്ടാക്കുന്നത്. ശരി, ഇനി നമുക്ക് ഈ ചിപ്പിന്റെ ഉള്ളിലേക്കൊന്ന് കയറി നോക്കിയാലോ. നമ്മുടെ ഡേറ്റയൊക്കെ ഇതെങ്ങനെയാണ് അടുക്കിപ്പെറുക്കി വെച്ചിരിക്കുന്നതെന്ന് കാണാം. അവിടെയാണ് നമ്മൾ പാർട്ടിഷനുകളെ കാണുന്നത്. ഓർമ്മയില്ലേ നമ്മുടെ ഫയലിംഗ് ക്യാബിനറ്റ്? അതിനകത്തെ ഓരോ അറകളാണ് ഈ പാർട്ടിഷനുകൾ. ഓരോ തരം ഫയലുകൾക്ക് ഓരോ അറ, അത്രയുള്ളൂ. ഇപ്പൊ ഈ കാണുന്നതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ്. EMMCയും UFSഉം ഈ പാർട്ടീഷനുകൾ ഉണ്ടാക്കുന്നത് രണ്ട് രീതിയിലാണ്. കണ്ടില്ലേ? EMMCയിൽ ബൂട്ട് 1, ബൂട്ട് 2, യൂസർ ഏരിയ എന്നൊക്കെയാണ്. പക്ഷെ UFSലേക്ക് വരുമ്പോൾ അത് LUN 0, LUN 1 അങ്ങനെ LUN 4 വരെ പോകുന്നു. ഈ പാർട്ടീഷനുകൾക്കെല്ലാം ഓരോ പ്രത്യേക ജോലിയുണ്ട്. വെറുതെ ഇരിക്കുകയല്ല. ഫേംവെയർ GPTയിലാണ് ഫോണിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇരിക്കുന്നത്. സെക്യൂരിറ്റി GPTയിലാണെങ്കിൽ നെറ്റ്വർക്ക് കണക്ഷന് വേണ്ട ഫയലുകൾ. പിന്നെ ബാക്കിയുള്ള അത്യാവശ്യ ഫയലുകളെല്ലാം ക്രിട്ടിക്കൽ GPTയിലും. ഇനി നമ്മൾ വരുന്നത് ഈ ചിപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ക്രിട്ടിക്കലായ ഒരു ഭാഗത്തേക്കാണ്. പല ടെക്നീഷ്യന്മാരുടെയും ഉറക്കം കെടുത്തുന്ന ഒരു സംഭവം. അതാണ് RPMB, അതായത് റിപ്ലേ പ്രൊട്ടക്റ്റഡ് മെമ്മറി ബ്ലോക്ക്. സ്റ്റോറേജ് ചിപ്പിനകത്തുള്ള അതീവ സുരക്ഷയുള്ള ഒരു സ്പെഷ്യൽ പാർട്ടീഷൻ. ഓഡോക്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്ന പോലെ CPUവും EMMCയും തമ്മിൽ ജോഡിയാക്കുന്ന കോഡാണിത്. ഇതൊരു എൻക്രിപ്ഷനാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു പൂട്ടും അതിന്റെ താക്കോലും പോലെയാണ്. ആ സ്റ്റോറേജ് ചിപ്പിനെ ഫോണിന്റെ പ്രോസസ്സറുമായിട്ട് അങ്ങ് കെട്ടിയിടുവാണ്, പെർമനന്റായിട്ട്. അപ്പോ ഇതാണ് പ്രശ്നം. ഈ സുരക്ഷ കാരണം റിപ്പയറിംഗ് ഭയങ്കര പാടാണ്. നോക്കൂ, ഫാക്ടറിയിൽ വെച്ച് തന്നെ CPUവും സ്റ്റോറേജ് ചിപ്പും തമ്മിൽ പെയർ ചെയ്യും. ഇതിന്റെ ഒരു യുണീക്ക് കീ RPMBയിൽ സ്റ്റോർ ചെയ്യും. അതുകൊണ്ട് തന്നെ ഫോൺ Aയിലെ ചിപ്പെടുത്ത് ഫോൺ Bയിലിട്ടാൽ അത് വർക്ക് ആവില്ല. കാരണം എന്താ? കീ മാച്ച് ആവില്ല. ഓക്കെ, അപ്പോൾ ഒരു ഫോണിന് പുതിയൊരു സ്റ്റോറേജ് ചിപ്പ് വേണമെന്ന് വെക്കുക. റിയൽ ലൈഫിൽ ഒരു ടെക്നീഷ്യൻ നേരിടുന്ന വെല്ലുവിളി എന്താണെന്ന് നോക്കാം. ഒരു ചിപ്പ് മാറ്റിവെക്കണമെങ്കിൽ ടെക്നീഷ്യൻ ആദ്യം ചെയ്യേണ്ടത് ക്ലീൻ RPMB ഉള്ള ഒരു പുതിയ ചിപ്പ് വെക്കുക എന്നതാണ്. അതായത് ഒരു പുതിയ ബന്ധം തുടങ്ങാൻ റെഡിയായ ഒരു ചിപ്പ്. അപ്പോഴേ അത് പുതിയ CPUവുമായിട്ട് പെയറാവൂ. ഈ ടേബിൾ കണ്ടാൽ കാര്യം വളരെ ക്ലിയർ ആകും. ഫോണിലെ പ്രോസസ്സർ ഏതാണെന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ പണി എളുപ്പമാണോ പാടാണോ എന്ന്. ക്വാൾകോം അല്ലെങ്കിൽ എക്സിനോസ് പ്രോസസ്സറാണെങ്കിൽ RPMB ക്ലീൻ ചെയ്തേ പറ്റൂ, യെസ്. പക്ഷേ മീഡിയാടെക് ആണെങ്കിൽ അതിന്റെ ആവശ്യമില്ല, നോ. റിപ്പയർ ചെയ്യുന്നവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിവാണിത്.
സാംസങ്ങിന്റെ EMMC ചിപ്പുകൾക്ക് മാത്രമേ വീണ്ടും ഉപയോഗിക്കാൻ വേണ്ടി RPMB ക്ലീൻ ചെയ്യാനുള്ള ഓപ്ഷനുള്ളൂ. അപ്പൊ ചുരുക്കി പറഞ്ഞ എന്താണ് സംഭവം? ക്വാൽകോം, എക്സിനോസ് ഫോണുകൾക്ക് മിക്കവാറും ഒരു പുതിയ സാംസങ് EMMC ചിപ്പ് തന്നെ വേണ്ടിവരും. പക്ഷെ മീഡിയാടെക് ഫോണുകൾക്ക് ഏത് കമ്പനിയുടെ ചിപ്പും ഉപയോഗിക്കാം. എന്നാലും ഒരു കാര്യം മറക്കരുത്, പഴയ ചിപ്പിൽ നിന്ന് ആ സെക്യൂരിറ്റി, ക്രിട്ടിക്കൽ പാർട്ടീഷനുകളൊക്കെ ബാക്കപ്പ് എടുക്കുന്നത് ജീവൻ മരണ പോരാട്ടമാണ്. അപ്പോൾ ഒരു ചോദ്യം ബാക്കിയാണ്. നമ്മുടെ ഡിവൈസുകളുടെ സെക്യൂരിറ്റി ഇങ്ങനെ കൂടിക്കൂടി വരുമ്പോൾ നമ്മളുടെ റൈറ്റ് ടു റിപ്പയർ, അതായത് കേടായാൽ നന്നാക്കാനുള്ള നമ്മുടെ അവകാശത്തിന് എന്ത് സംഭവിക്കും? ഇതൊന്ന് ആലോചിച്ചു നോക്കൂ.